ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്നത് ബാക്ക് ക്രോസിനെ പറ്റി ടെസ്റ്റ് ക്രോസിനെ പറ്റിയാണ്. ഏതൊക്കെയാണ് പഠിക്കുന്നത്? ബാക്ക് ക്രോസും ടെസ്റ്റ് ക്രോസും. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. നമ്മുടെ ബോർഡ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റുമാണ് ടെസ്റ്റ് ക്രോസ്. പല ആവർത്തി ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ എന്താണ് ബാക്ക് ക്രോസ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഒരു യങ് വണ്ണിനെ അല്ലെങ്കിൽ ഒരു ഓഫ് സ്പ്രിങ്, അതോ അല്ലെങ്കിൽ ഒരു എഫ് ആർ, അല്ലെങ്കിൽ നമുക്കൊരു ഓർഗാനിസം, ആ ഓർഗാനിസത്തിനെ അതിൻ്റെ പേരൻസൽ ആരെങ്കിലുമായി ക്രോസ് ചെയ്യുകയാണെങ്കിൽ, പുറകോട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഓർഗാനിസത്തിനെ അതിന്റെ പേരൻസുമായി ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ പേരന്റൽ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു മെമ്പറുമായി ക്രോസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പരിഗണിച്ചാലും മതി. ഒരു യങ് വണ്ണിനെ അതിന്റെ പേരന്റുമായി ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പേരന്റൽ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഒരു ഓർഗാനിസവുമായി ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? ബാക്ക് ക്രോസ് എന്ന് വിളിക്കാം. എന്താണ് വിളിക്കാവുന്ന? ബാക്ക് ക്രോസ്. ദ ക്രോസിംഗ് ഓഫ് F1 വിത്ത് എനി വൺ ഓഫ് ദി പേരൻസ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അത് ഏത് ക്രോസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്? ബാക്ക് ക്രോസ്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ബാക്ക് ക്രോസ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരു ക്രോസ് വരയ്ക്കണം, ഒരു ക്രോസ് മനസ്സിലാക്കണം അല്ലെ. ആ ക്രോസിൽ നമുക്ക് കിട്ടിയ M1നെയാണ് അതിൽ ഏതെങ്കിലും ഒരു പേരന്റുമായിട്ട് ക്രോസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ടിപ്പിക്കൽ മോണോഹൈബ്രിഡ് ക്രോസ് F1 നമ്മൾ കണ്ടെത്തുക. പഠിച്ച അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് പരിഗണിക്കാം. മെയിലായിട്ട് പ്യുവർ ബ്രീഡിംഗ് ടോൾ പ്ലാന്റിനെ പരിഗണിച്ചു. മോണോഹൈബ്രിഡ് ആണ് പരിഗണിക്കുന്നത്. പ്യുവർ ബ്രീഡിംഗ് ടോൾ പ്ലാൻ. ഫീമെയിൽ ആയിട്ട് ഏതാണ്? പ്യുവർ ബ്രീഡിംഗ് ഡ്വാർഫ് പ്ലാന്റിനെ പരിഗണിക്കുന്നു. നമുക്കറിയാം പ്യുവർ ബ്രീഡിംഗ് ടോൾ പ്ലാന്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി ആണ്. ഇവിടെ സ്മോൾ ടി ആണ്. ധാരാളം പേരൻസ് ആണ് അല്ലെ. ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് ഏതാണ്? ക്യാപിറ്റൽ ടി ആണ്. ഗമീറ്റ് വിത്ത് ക്യാപിറ്റൽ ടി ആണ്. ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റ് വിത്ത് സ്മോൾ ടി ആണ്. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. എന്താ ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ. F1 ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നു. ടോൾ പ്ലാന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ജീനോടൈപ്പ് നമുക്ക് പ്ലാന്റിനെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ടോൾ പ്ലാന്റ് കണ്ടാൽ നമുക്ക് അതിന്റെ ജീനോടൈപ്പ് മനസ്സിലാക്കാൻ പറ്റുമോ? ചെടിക്ക് ഉയരം കൂടുതലാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ആ ചെടിയുടെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ നമുക്ക് അറിയാൻ പറ്റുമോ? അതില്ല. വെളിയിൽ നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ടോൾ പ്ലാന്റ് കിട്ടുന്നു. ഇത് F1 ആണ്. ഈ F1നെ ഈ പേരൻസിൽ ആരെങ്കിലും ഒരാളുമായി ക്രോസ് ചെയ്യുക എന്നാണ് പറയുന്നതെങ്കിൽ, ഒന്നെങ്കിൽ ഡോമിനന്റ് പേരന്റ് ആയിരിക്കും, അല്ലെങ്കിൽ റിസസീവ് പേരന്റ് ആയിരിക്കും. അങ്ങനെ മാത്രമേ പറയുന്നുള്ളൂ. ആരാണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. ക്രോസിംഗ് ഓഫ് യങ് വൺ വിത്ത് എനി വൺ ഓഫ് ദി പേരൻസ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് ഏതായിരിക്കും? ബാക്ക് ക്രോസ് ആയിരിക്കും. ഏതായിരിക്കും? ബാക്ക് ക്രോസ്. സോ വാട്ട് ഈസ് ബാക്ക് ക്രോസ്? ദ ക്രോസിംഗ് ഓഫ് യങ് വൺ വിത്ത് എനി വൺ ഓഫ് ദി പേരൻസ്. യങ് വണ്ണിനെ ഏതെങ്കിലും ഒരു പേരന്റുമായി ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ന് വിളിക്കാം? ബാക്ക് ക്രോസ് എന്ന് വിളിക്കാം. ഈ എക്സാമ്പിളിൽ യങ് വൺ അഥവാ F1 എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ടോൾ പ്ലാന്റ് ആണ്. ആ ഹെറ്ററോസൈഗസ് ടോൾ പ്ലാന്റിനെ ഡോമിനന്റ് പേരന്റുമായിട്ടോ അല്ലെങ്കിൽ റിസസീവ് പേരന്റുമായിട്ടോ ക്രോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബാക്ക് ക്രോസ് ആണെന്നുള്ളതാണ്. ഇനി എന്താണ് ടെസ്റ്റ് ക്രോസ് നമുക്ക് നോക്കാം. ഇങ്ങനെ യങ് വണ്ണിനെ ക്രോസ് ചെയ്യുന്നത് വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നു. റിസസീവ് പേരന്റുമായിട്ടാണ്. ആരുമായിട്ടാണ്? റിസസീവ് പേരന്റുമായിട്ടാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ ആ ബാക്ക് ക്രോസ് നമുക്ക് വിളിക്കാവുന്ന പേരാണ് ടെസ്റ്റ് ക്രോസ്. എന്താണ്? ടെസ്റ്റ് ക്രോസിൽ യങ് വണ്ണിനെ ആരുമായിട്ടേ ക്രോസ് ചെയ്യുള്ളൂ? റിസസീവ് പേരന്റുമായി മാത്രമേ ക്രോസ് ചെയ്യുകയുള്ളൂ. ക്ലിയറായില്ലേ? സോ ടെസ്റ്റ് ക്രോസ് ഈസ് എ ടൈപ്പ് ഓഫ് ബാക്ക് ക്രോസ്. അതുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ക്രോസിനെ എന്തായിട്ട് പരിഗണിക്കാം? ഒരു തരത്തിൽപ്പെട്ട ബാക്ക് ക്രോസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും. പറഞ്ഞ കാര്യത്തിലായല്ലോ. അപ്പൊ എന്താണ് ആദ്യം ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞത്? ദ ക്രോസിംഗ് ഓഫ് യങ് വൺ വിത്ത് എനി വൺ ഓഫ് ദി പേരൻസ്. അങ്ങനെയാണെങ്കിൽ അത് ബാക്ക് ക്രോസ് ആണ്. ക്രോസിംഗ് ഓഫ് ദി യങ് വൺ വിത്ത് ദ റിസസീവ് പേരന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ടെസ്റ്റ് ക്രോസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത എന്താണ്? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽപ്പെട്ട ബാക്ക് ക്രോസ് ആണ് അല്ലെ. റിസസീവ് പേരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ബാക്ക് ക്രോസ് തന്നെയാണ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തരത്തിൽപ്പെട്ട ബാക്ക് ക്രോസ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. All back crosses are not test crosses, but all test crosses are back crosses. ഒരിക്കലും ഞാൻ പറയുന്നു, എല്ലാ ബാക്ക് ക്രോസുകളും ടെസ്റ്റ് ക്രോസുകളല്ല, എന്നാൽ എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബാക്ക് ക്രോസുകളാണ്. സബ്സ്റ്റാൻഷിയേറ്റ്, സമർത്ഥിക്കുക എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ വരാം. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? എല്ലാ ബാക്ക് ക്രോസുകളും ടെസ്റ്റ് ക്രോസുകളല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം എന്താ? ബാക്ക് ക്രോസിനകത്ത് നമ്മൾ പറയുന്നത് യങ് വണ്ണിനെ ഏതെങ്കിലും ഒരു പേരന്റുമായി ക്രോസ് ചെയ്യാന്നുള്ളതാണ് അല്ലേ.
ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ എന്താണ്? യങ് വണ്ണിനെ റിസസീവ് പേരന്റുമായി ക്രോസ് ചെയ്യുന്നതാണ്. ഇത് മാത്രമേ ടെസ്റ്റ് ക്രോസ് ആവുന്നുള്ളൂ. ഇങ്ങനെയും ക്രോസ് ചെയ്യാല്ലേ, ഈ യങ് വണ്ണിനെ ഇയാളുമായിട്ട് ക്രോസ് ചെയ്തൂടെ? അങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്ക് ക്രോസ് ആണ്, പക്ഷെ എന്തല്ല, ടെസ്റ്റ് ക്രോസ് അല്ല. സോ ഓൾ ബാക്ക് ക്രോസസ് ആർ നോട്ട് ടെസ്റ്റ് ക്രോസസ്, ബട്ട് ഓൾ ടെസ്റ്റ് ക്രോസസ് ആർ ബാക്ക് ക്രോസസ്. ക്ലിയർ? ഇനി നമ്മൾ ആ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഇതാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് വരയ്ക്കുമ്പോൾ ആദ്യം ഒരു നോർമൽ ക്രോസ് വരയ്ക്കണം, F1 കണ്ടെത്തണം. ഇനി ഈ ഒരു ക്രോസിന്റെ ടെസ്റ്റ് ക്രോസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ ഒരു ക്രോസിന്റെ ടെസ്റ്റ് ക്രോസ് ആരെയാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്? F1-നെയാണ് അല്ലേ? അപ്പൊ F1 നമ്മൾ വരികയാണെങ്കിൽ എന്താണ് F1ന്റെ ജീനോടൈപ്പ്? എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. F1 അല്ലേ? F1 ഇൻഡിവിജ്വൽ ആണ്. F1 അയാൾ നമ്മൾ ആരുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്? റിസസീവ് ക്യാരക്ടറുള്ള പേരന്റുമായിട്ട്. ഇവിടെ റിസസീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡ്വാർഫ് പ്ലാന്റ് ആണ് അല്ലെ? സ്മോൾ ടി സ്മോൾ ടി. ക്ലിയറായല്ലോ? ഈ പർട്ടിക്കുലർ F1 പ്ലാന്റ്, ഹെറ്ററോസൈഗസ് ഡോട്ട് പ്ലാന്റ്, എത്ര തരത്തിലുള്ള ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും? 2 different types. സംശയമില്ലല്ലോ? ഏതൊക്കെയാണ്? ഗമേറ്റ് വിത്ത് ക്യാപിറ്റൽ ടി ആൻഡ് ഗമേറ്റ് വിത്ത് സ്മോൾ ടി. അങ്ങനെയല്ലേ? ഈ ഹോമോസൈഗസ് ഡ്വാർഫ് പ്ലാന്റ് ഒരു തരത്തിൽപ്പെട്ട ഗമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതേതാണ്? സ്മോൾ ടി. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവ തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുക? സ്മോൾ ടി സ്മോൾ ടി. സംശയമില്ലല്ലോ? ഇതെന്തായിരിക്കും? ടോൾ ആയിരിക്കും. ഇതെന്തായിരിക്കും? ഡ്വാർഫും ആയിരിക്കും. ക്ലിയർ ആയോ? അങ്ങനെ വരുമ്പോൾ ഈ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ഒരു ടോണും ഒരു ഡ്വാർഫും. അപ്പൊ എന്തായിരിക്കും? 1:1. സോ ടെസ്റ്റ് ക്രോസിന്റെ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ഫീനോട്ടിപ്പിക് റേഷ്യോ ഇസ് ഈക്വൽ ടു 1:1. അങ്ങനെയല്ലേ? മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നതാണ് 1:1. ഈ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? നോക്കൂ, ഇവിടെ എത്ര തരത്തിലുള്ള ജീനോടൈപ്സ് ഉണ്ട്? 2 തരത്തിൽപ്പെട്ടത്. ഒന്ന് ഏതാണ്? ഹെറ്ററോസൈഗസ് ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. രണ്ടാമത്തെ ഏതാണ്? ഹോമോസൈഗസ് റിസസീവ് ആണ്. സോ വാട്ട് വിൽ ബി ദ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ജീനോട്ടിപ്പിക് റേഷ്യോ? അഗൈൻ 1:1. അത് എന്ത് തന്നെയായിരിക്കും? 1:1 ആയിരിക്കും. ആകെ 2 തരത്തിൽപ്പെട്ട ജീനോടൈപ്സ് അല്ലേ ഉള്ളൂ? 2 ഈക്വൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? 1:1. ക്ലിയർ ആയല്ലോ? സോ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം ആണ്. ഫീനോട്ടിപ്പിക് ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോസ് ആർ ദി സെയിം ആൻഡ് ദാറ്റ്സ് അബൌട്ട് 1:1. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആദ്യം ബാക്ക് ക്രോസ് എന്താന്ന് അല്ലേ? യങ് വണ്ണിനെ ഏതെങ്കിലും ഒരു പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നതെങ്കിൽ അതെന്താണ്? ബാക്ക് ക്രോസ്. സ്പെസിഫൈ ചെയ്യുന്നില്ല. ഇനി യങ് വണ്ണിനെ റിസസീവ് പേരന്റുമായി ക്രോസ് ചെയ്യുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ടെസ്റ്റ് ക്രോസ് ആയിരിക്കും. ഇനി ആ ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? ഫീനോട്ടിപ്പിക് റേഷ്യോ ജീനോട്ടിപ്പിക് റേഷ്യോ സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 1:1 ആയിരിക്കും. എളുപ്പമല്ലേ പഠിക്കുന്നത് അല്ലേ? ഇനി എന്താണ് ഈ ടെസ്റ്റ് ക്രോസിന്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ ടെസ്റ്റ് ക്രോസ് ഒക്കെ വിളിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും? ഈ ഒരു എക്സാമ്പിൾ തന്നെ പരിഗണിക്കുകയാണ്. നമുക്കൊരു ടോൾ പ്ലാന്റ് കിട്ടിയെന്നിരിക്കട്ടെ. ഒരു ടോൾ പീ പ്ലാന്റ് കിട്ടി. ടോൾ പീ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ജീനോടൈപ്പിന് 2 സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ടി ആണെങ്കിലും ടോൾ ആയിരിക്കും. പറഞ്ഞോളൂ, അടുത്തെന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും എന്ത് തന്നെയായിരിക്കും? ടോൾ ആയിരിക്കും. സംശയമില്ലല്ലോ? പ്ലാന്റ് കണ്ടാൽ നമുക്ക് ഇത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണോ ഹെറ്ററോസൈഗസ് പ്ലാന്റ് ആണോ എന്നുള്ള കാര്യം ഒറ്റ നോട്ടിൽ തിരിച്ചറിയാൻ പറ്റുമോ? നമുക്ക് ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചറിയാൻ പറ്റുമോ? സാധിക്കില്ല. ഫീനോടൈപ്പ് നമുക്കറിയാം, ടോളാണോ ഡോറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ അതിന്റെ ജീനോടൈപ്പ് ഏതാണെന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കില്ല. സാധിക്കുമോ? ഇല്ല. അങ്ങനെ നമുക്ക് ഒരു അൺനോൺ ജീനോടൈപ്പ് ഉള്ള ഒരു പ്ലാന്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം കിട്ടി. ഫീനോടൈപ്പ് അറിയാം, പക്ഷെ എന്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല? ജീനോടൈപ്പ് അറിയില്ല. അങ്ങനെയുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ ജീനോടൈപ്പ് മനസ്സിലാക്കാനായി നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്താൽ മതി? ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്താൽ മതി. എന്ത് കണ്ടക്ട് ചെയ്താൽ മതി? ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്താൽ മതി. അൺനോൺ ജീനോടൈപ്പ് ഉള്ള ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് കണ്ടെത്താനായി നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാം? ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യാം. ഇതേ എക്സാമ്പിൾ തന്നെ പരിഗണിക്കുകയാണ്. നമുക്ക് ടോൾ പ്ലാന്റ് ഉണ്ട്. അത് ഒന്നെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഹോമോസൈഗസ് ഡോമിനന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഹെറ്ററോസൈഗസ് പ്ലാന്റ് ആയിരിക്കാം. ഇതിലേതാണ് നമുക്കറിയില്ല. പ്ലാന്റ് കണ്ടാൽ നമുക്കറിയാൻ പറ്റില്ല. ഉയരം ഉണ്ടെന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ.
നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടോൾ പ്ലാന്റ് ഉണ്ട്. ആ ടോൾ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ആരുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്? റിസസീവ് പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യേണ്ടത്. റിസസീവ് പാരന്റ് പറയുന്നത് ഓഫ് ആണ് അല്ലേ? ഈ ക്രോസ് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റ് ക്രോസ് ആണ്. നമുക്ക് കിട്ടിയ ടോൾ പ്ലാന്റ് ഇതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ക്രോസ് നടത്തി നമുക്ക് കിട്ടുന്ന എല്ലാ എമൗണ്ട്സും ടോൾ ആണെന്നിരിക്കട്ടെ. ടെസ്റ്റ് ക്രോസ് നടത്തിയപ്പോൾ എല്ലാ എമൗണ്ട്സും ടോൾ വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അസംഷൻ എന്തായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യുക? ടോൾ നമുക്ക് ഇതാണ് അൺനോൺ ജീനോടൈപ്പ്. അൺനോൺ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഈ ടോൾ പ്ലാന്റ് ആണ്. ഡ്വാർഫ് പ്ലാന്റിന്റെ ജീനോടൈപ്പ് അറിയാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? അതിന് ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. എന്താണ്? സ്മോൾ ടി. നമ്മൾ എന്ത് ചെയ്തു? റിസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്തു. ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്ത് കിട്ടി. എമൗണ്ട്സ് കിട്ടിയപ്പോൾ എല്ലാ പ്ലാന്റ്സും എന്താണ്? ഓൾ ആർ ടോൾ ആണ്. എല്ലാം എന്താണ്? ടോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ജീനോടൈപ്പ് ഏതായിരിക്കും? ഇതിൽ ഏതായിരിക്കും? ഏതായിരിക്കും സാധ്യത? ഹോമോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും അല്ലേ? ക്രോസ് നമുക്ക് വരച്ച് നോക്കാമല്ലോ. ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. ഇവിടെ ക്യാപിറ്റൽ ടി യൂണിറ്റ് ആയിട്ട് വരും, ഇവിടെ സ്മോൾ ടി വരും. ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ എമൗണ്ട്സും എന്തായിരിക്കും? ടോൾ ആയിരിക്കില്ലേ? അപ്പൊ ടെസ്റ്റ് ക്രോസ് നടത്തി എമൗണ്ട്സ് എല്ലാം ടോൾ ആണെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? നമുക്ക് അറിയാൻ പാടില്ലായിരുന്ന ആ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സാധ്യത നമ്മൾ നോക്കുകയാണ്. ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് അൺനോൺ ജീനോടൈപ്പ്. ഏതാണ് നമുക്കറിയില്ല. ആദ്യത്തെ ഒരു തവണ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ എമൗണ്ട്സ് എല്ലാം എന്താണ്? ടോളാണ്. ആ ടോൾ പ്ലാന്റ് അപ്പൊ നമ്മൾ കൺഫേം ചെയ്തു എന്താണ്? ഹോമോസൈഗസ് ഡോമിനന്റ് ആണുള്ളത്. ആ സമയത്ത് മറ്റൊരാൾ വേറൊരു ടോൾ പ്ലാന്റുമായിട്ട് നമ്മൾ എടുത്തു വന്നു. ഇത് ഒരു ടോൾ പ്ലാന്റ് ആണ്. ഈ ടോൾ പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തി തരും എന്ന് പറയാം. ആദ്യത്തെ നമ്മൾ കണ്ടെത്തി ഒരാൾക്ക് കൊടുത്തു. എ എന്ന് പറയുന്ന ആൾ ടോൾ പ്ലാന്റുമായിട്ട് വന്നപ്പോൾ നമ്മൾ ടെസ്റ്റ് ക്രോസ് നടത്തി എല്ലാ എമൗണ്ട്സും ടോൾ ആണ്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ് നിങ്ങൾ ആദ്യം കൊണ്ടുവന്ന ടോൾ പ്ലാന്റ് ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന വേറൊരാൾ വന്നു. അയാൾ നമ്മളോട് പറയാണ് എൻ്റെ ഒരു ടോൾ പ്ലാന്റ് ഉണ്ട്. ആ ടോൾ പ്ലാന്റിന്റെ ജീനോടൈപ്പ് ഏതാണെന്ന് കണ്ടെത്തി തരാൻ സാധിക്കുമോ? നമ്മൾ എന്ത് ചെയ്യുക? ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്യുക. ഇതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ബി കൊണ്ടുവന്ന ടോൾ പ്ലാന്റിനെ നമ്മൾ ടോൾ പ്ലാന്റുമായിട്ട് ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ ടെസ്റ്റ് ക്രോസ് കണ്ടക്ട് ചെയ്തപ്പോൾ ടോൾ പ്ലാന്റ്സും ഡ്വാർഫ് പ്ലാന്റ്സും ഈക്വൽ റേഷ്യോയിൽ വന്നു. 1:1 റേഷ്യോയിൽ വന്നു. ഒരേ പ്രൊപ്പോർഷനിൽ വന്നു. ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സ് ഒരുപോലെ വന്നു. അങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ എന്തായിരിക്കും? നമ്മുടെ അദ്ദേഹം ബി കൊണ്ടുവന്ന ടോൾ പ്ലാന്റ് ഏതായിരിക്കും? ഹെറ്ററോസൈഗസ് ആയിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് 1:1 റേഷ്യോ വരുള്ളൂ അല്ലേ? ഇതാണ് ഹെറ്ററോസൈഗസ് ടോൾ പ്ലാന്റ് ആണ്. ഇവിടെ നമ്മൾ റിസസീവ് പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇവിടെ എന്താ റേഷ്യോ ഇട്ടിരിക്കുന്നത്? ഇത് ടോളും ഇത് ഡ്വാർഫും അല്ലേ? അപ്പൊ എന്തായിരിക്കും? 1:1 റേഷ്യോ അല്ലേ? പറഞ്ഞായിരിക്കും. അങ്ങനെ അറിയാൻ പാടില്ലാത്ത ഒരു ജീനോടൈപ്പ് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ക്രോസ് ആണ് എന്ന് പറയുന്നത് ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസിന്റെ പ്രാധാന്യം എന്താണ്? ഹെൽപ്സ് ടു ഐഡന്റിഫൈ അൺനോൺ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. പറഞ്ഞാലോ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ജീനോടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് അറിയാം? ഡ്വാർഫ് പ്ലാന്റിന്റെ കേസിൽ ജീനോടൈപ്പിന് കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്താ? ഡ്വാർഫ് പ്ലാന്റിന് ആകെ ഒരേ ഒരു ജീനോടൈപ്പേ ഉള്ളൂ, സ്മോൾ ടി. ജനറ്റിക്കലി ഡ്വാർഫ് ആണെങ്കിൽ അവിടെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, ഒരേ ഒരു ചാൻസ് ഉള്ളൂ. അതാണ് സ്മോൾ ടി. ടോൾ പ്ലാന്റ്സിനാണ് രണ്ട് സാധ്യതകളുള്ളത്. ഒന്നെങ്കിൽ ഹോമോസൈഗസ് ഡോമിനന്റ് അല്ലെങ്കിൽ ഹെറ്ററോസൈഗസ് ഡോമിനന്റ് ആണ്. അതേതാണെന്ന് നമുക്കറിയില്ല. അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആരുമായിട്ട് ക്രോസ് ചെയ്യുക? ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുക. പറഞ്ഞായിരിക്കും എല്ലാ എമൗണ്ട്സും ടോൾ ആണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാവുന്ന എന്താണ്? നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ച ആ ടോൾ പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. നമുക്ക് എമൗണ്ട്സ് 1:1 റേഷ്യോയിൽ കിട്ടിയാൽ നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്യേണ്ടത്? കൺഫേം ചെയ്യേണ്ടത് എന്താണ്? ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റ്സും ഒരേ റേഷ്യോയിലാണ്, 1:1 ഈക്വൽ പ്രൊപ്പോർഷനിലാണ് വന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉണ്ടായിരുന്ന ജീനോടൈപ്പ് അറിയാൻ പാടില്ലാത്ത ആ പ്ലാന്റിന്റെ ജീനോടൈപ്പ് എന്താണ്? ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. വ്യക്തമായില്ലേ? എളുപ്പമല്ലേ പഠിക്കാൻ? സോ ടെസ്റ്റ് ക്രോസ് എന്താണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ബാക്ക് ക്രോസ് എന്താണെന്ന് പറഞ്ഞു. യങ് വണ്ണിനെ ഏതെങ്കിലും ഒരു പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാക്ക് ക്രോസ് എന്ന് വിളിക്കാം. റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ടെസ്റ്റ് ക്രോസ് എന്ന് വിളിക്കാം. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ജീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ 1:1 ആയിട്ടാണ് പരിഗണിക്കുന്നത്. ടെസ്റ്റ് ക്രോസ് എന്നുള്ള പേര് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രോസ് എന്നുള്ള അർത്ഥത്തിൽ വരാൻ കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പറയുന്നത് എന്താണ്? അറിയാൻ പാടില്ലാത്ത ഒരു ജീനോടൈപ്പിനെ കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ഒന്ന് കണ്ടക്ട് ചെയ്ത് നോക്കാം. ഡൈഹൈബ്രിഡ് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് തകരാറില്ല. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണ്. എന്താ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്? നമ്മൾ ആദ്യം ഡൈഹൈബ്രിഡിന്റെ F1 എന്ന് കണ്ടെത്തുകയാണ്. പരീക്ഷ എക്സാമ്പിൾ എടുക്കുകയാണ്. പ്യുവർ ബ്രീഡിംഗ് ടോൾ പ്ലാന്റ് വിത്ത്
വയലറ്റ് ഫ്ലവേഴ്സ് അല്ലേ? ഇവിടെ എന്താണ് പ്യൂർ ബ്രീഡിംഗ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവേഴ്സ്. അങ്ങനെയാണല്ലോ. ഇവിടെ എന്തായിരിക്കും ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇവിടെ എന്തായിരിക്കും സ്മോൾ ടി സ്മോൾ ആർ പേരന്റ് ആണ്. ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗെമീറ്റ് ഏതായിരിക്കും? ആ ഗെമീറ്റിനുള്ളിൽ സ്റ്റെം ഹൈറ്റിനെ നിർണ്ണയിക്കാനുള്ള ഒരു ഫാക്ടറും വേണം, അതോടൊപ്പം തന്നെ ഫ്ലവർ കളറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറിൽ ഒരാളും വേണം. അങ്ങനെയല്ലേ ലോ സെഗ്രിഗേഷൻ. ക്യാപിറ്റൽ ടി വിത്ത് ക്യാപിറ്റൽ ആർ. ഇവിടെ എന്തായിരിക്കും വരിക? സ്മോൾ ടി വിത്ത് സ്മോൾ ആർ ഗെമീറ്റ് ആണ്. ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ടോൾ പ്ലാന്റ് വിത്ത് വയലറ്റ് ഫ്ലവേഴ്സ് അല്ലെ? ടോൾ വിത്ത് വയലറ്റ് ഫ്ലവേഴ്സ് അല്ലെ? ഇനി ഇയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിസസീവ് പേരന്റുമായിട്ട് ക്രോസ് ചെയ്യണം. നല്ല ടെസ്റ്റ് ക്രോസ് ആവുള്ളൂ. ഇവിടുത്തെ റിസസീവ് പേരന്റ് എന്ന് പറയുന്നത് ഡബിൾ റിസസീവ് പേരന്റ് ഇയാളാണ് അല്ലെ? അപ്പൊ ഇയാളെ ഈ M1 അവിടെ F1 ആണ്. F1 എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അതിന് നമ്മൾ ആരുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്? റിസസീവ് പേരന്റ് ആണ്. റിസസീവ് പേരന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടി സ്മോൾ ആർ. അങ്ങനെയല്ലേ? സംശയമില്ലല്ലോ. ഇയാൾ എത്ര തരത്തിലുള്ള ഗെമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും? നേരത്തെ നമ്മൾ പഠിച്ചാകുമ്പോ എത്ര തരത്തിലുള്ള ഗെമീറ്റ്സിനെയാണ്? 4 തരത്തിലുള്ള ഗെമീറ്റ്സ് അല്ലേ? അവ ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി വിത്ത് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ടി വിത്ത് സ്മോൾ ആർ, സ്മോൾ ടി വിത്ത് ക്യാപിറ്റൽ ആർ, സ്മോൾ ടി വിത്ത് സ്മോൾ ആർ. അങ്ങനെയാണല്ലോ. ഇയാൾ എത്ര തരത്തിലുള്ള ഗെമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരേ ഒരു തരത്തിലുള്ള ഗെമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഏതാണ്? സ്മോൾ ടി വിത്ത് സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ എന്താണ്? സ്മോൾ ടി സ്മോൾ ആർ. അങ്ങനെയല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? സ്മോൾ ടി സ്മോൾ ആർ ആണെന്ന് അറിയാമല്ലോ അല്ലെ? സ്മോൾ ടി സ്മോൾ ആർ. ഇവിടെ പേരന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എന്താണ്? സ്മോൾ ടി സ്മോൾ ആർ. F1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഇൻറ്റു സ്മോൾ ടി സ്മോൾ ആർ. ക്ലിയർ ആയല്ലോ? ഇവിടെ എന്താ വരിക? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഇവിടെ എന്തായിരിക്കും? സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സ്മോൾ ടി സ്മോൾ ആർ. ഏതൊക്കെയായിരിക്കും അവരുടെ ഫീനോടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറഞ്ഞു? ഏതൊക്കെയായിരിക്കും? എന്തായിരിക്കും? ടോൾ വയലറ്റ് അല്ലേ? എന്തായിരിക്കും? ടോൾ വൈറ്റ്. എന്തായിരിക്കും? ഡ്വാർഫ് വയലറ്റ്. എന്തായിരിക്കും? ഡ്വാർഫ് വൈറ്റ്. സോ ഫിനോടൈപ്പ് റേഷ്യോ എത്രയായിരിക്കും? 1 tall violet, 1 tall white, 1 dwarf violet and another one dwarf white. So phenotypic ratio എന്ന് പറയുന്നത് 1:1:1:1. Phenotypic ratio. ഇനി genotypic ratio പറയും. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഒരാളിലെ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഒരാളിലെ ഉള്ളൂ. സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അയാൾ ഒന്ന് തന്നെ. സ്മോൾ ടി സ്മോൾ ആർ ഒന്ന് തന്നെ. അപ്പോൾ genotypic ratio phenotypic ratio എന്താണ്? സെയിം ആണ് ഇവിടെ. എത്രയാണ് വരിക? 1:1:1:1. മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണെങ്കിൽ 1:1 എന്ന് പറയുന്നതാണ് ഫിനോടൈപ്പിക് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ. ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണെങ്കിൽ 1:1:1:1 എന്ന് പറയുന്നതാണ് ഫിനോടൈപ്പിക് ആൻഡ് ജീനോടൈപ്പിക് റേഷ്യോ. ക്ലിയർ ആയല്ലോ? ബൈ ക്രോസ് ആൻഡ് ടെസ്റ്റ് ക്രോസ്. എക്സാമിനേഷന് സാധാരണ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് ചോദിക്കാം. ടെസ്റ്റ് ക്രോസിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിക്കാം. എന്താണ് പറഞ്ഞേ? അറിയാൻ പാടില്ലാത്ത ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് നമുക്ക് കണ്ടെത്താൻ, ജീനോടൈപ്പ് അറിയില്ലെങ്കിൽ ആ ജീനോടൈപ്പ് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ക്രോസ് ആണ് ടെസ്റ്റ് ക്രോസ്. പിന്നെ അതിന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ വരാം. എല്ലാ ടെസ്റ്റ് ക്രോസുകളും ബാക്ക് ക്രോസുകളാണ്, എന്നാൽ എല്ലാ ബാക്ക് ക്രോസുകളും ടെസ്റ്റ് ക്രോസുകളല്ല. എന്താണെന്ന് പറയാൻ അറിയാമല്ലോ, എളുപ്പമല്ലേ പഠിക്കാം. ഓക്കെ.